നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ റീച്ച് ദിസ് പേജ്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ പേജാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് ഡൗൺലോഡ് നൗ എന്നുള്ള ഓപ്ഷനുണ്ട്, അഡ്വാൻസ്ഡ് ഡൗൺലോഡ് ഓപ്ഷൻസ്. നിങ്ങൾ ഈ പവർ ബി ഐൻ്റെ ഈ ഡൗൺലോഡ് നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആസ്ക് വൺ വിൻഡോ. ഈ വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യണമെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പൺ മൈക്രോസോഫ്റ്റ് സ്റ്റോർ, നിങ്ങൾ ആപ്പ് സ്റ്റോറിനകത്ത് ഓൾറെഡി അക്കൗണ്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിനകത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പവർ ബി ഐ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് വേർഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ എക്സ്റ്റേണലി പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പുതിയ വേർഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മാനുവലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിനകത്ത് പോയി അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ മൈക്രോസോഫ്റ്റ് സ്റ്റോർ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നുണ്ടാവുക. ഞാൻ ഓൾറെഡി പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഓപ്പൺ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള 2 ബട്ടൺ കാണിക്കുന്നത്. നിങ്ങളത് ഫസ്റ്റ് ടൈമാണ് ഈ പവർ ബി ഐ ഡൗൺലോഡ് ചെയ്യാത്തൊരു സിസ്റ്റം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷനാണ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, പവർ ബി ഐ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഈസിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷനൊക്കെ ആവും. നമുക്ക് പവർ ബി ഐ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പ് സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വി ഹാവ് വൺ ഓപ്ഷനും അഡ്വാൻസ്ഡ് ഡൗൺലോഡ് ഓപ്ഷൻ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഡൗൺലോഡ് പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് പവർ ബി ഐ ആവശ്യമുള്ളത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യുകയും നമുക്കത് അതിൻ്റെ വിസാർഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 മെത്തേഡ്സ്, അതായത് പവർ ബി ഐ ഡൗൺലോഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 2 മെത്തേഡ്സ് ആണിത്. ഇനി നമുക്ക് പവർ ബി ഐൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. പവർ ബി ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു മെനു കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് എന്നുള്ള ഒരു സബ് മെനു കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബി ഐൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഫീച്ചേഴ്സാണോ അതുപോലെ തന്നെ പുതിയ വല്ല ഫീച്ചേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ഫീച്ചേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രിവ്യൂ ഫീച്ചേഴ്സ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഏതെങ്കിലും പുതിയ അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫീച്ചറിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അത് പണ്ട് ഇതിനകത്ത് നമ്മൾ കുറേ ഓപ്ഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ വൺസ് എല്ലാം ടിക്കറ്റ് കഴിഞ്ഞാലും നെക്സ്റ്റ് ടൈം എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ അൺടിക്കായി കിടക്കുന്നുണ്ടാവും. ആ പുതിയ ഫീച്ചറിനെ ഡിസ്പ്ലേ ചെയ്യുകയും അവിടെ നമുക്ക് അത് ചെക്ക് ബോക്സ് അൺടിക്കായി കിടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫീച്ചർ ടിക്കറ്റ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. രണ്ടാമത്തത് നമുക്ക് വേറൊരു മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഈ പവർ കോറിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങൾ ഹോമിനകത്ത് പോയിട്ട് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള മെനു സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ പവർ കോറി എഡിറ്ററിൻ്റെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫയൽ എന്നുള്ളൊരു മെയിൻ മെനു കാണുന്നുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു സബ് മെനു കാണും. അതിന് അണ്ടറിൽ നമുക്ക് ഓപ്ഷൻസ് എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഫീച്ചേഴ്സിൻ്റെ വിൻഡോ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. അവിടെ നമുക്ക് പ്രിവ്യൂ ഫീച്ചേഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കാണിക്കും. പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ടിക്കറ്റ് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും.